യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഒ ജെ ജനീഷ് തദ്ദേശ തെരഞ്ഞെടുപ്പ് പോയതോട്ട് പ്രചരണ രംഗത്താണ് കോഴിക്കോടുള്ളത്. ഇന്ന് പ്രധാനമായും കോഴിക്കോട് ജില്ലയിലെ യുവജനങ്ങൾ യൂത്ത് കോൺഗ്രസിന് മറ്റുമൊക്കെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന വാർഡുകളിൽ അവരുടെ ഭാഗമായി പ്രചരണത്തിന്റെ ഭാഗമായി ഇറങ്ങുകയാണ്. ജനീഷ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയുണ്ട് സംസ്ഥാനത്തുടനീളം പോകുമ്പോൾ യുവജന പ്രാതിനിധ്യവും അല്ലെങ്കിൽ അവരുടെ മത്സര പ്രചരണ രംഗത്തുള്ള ഒരു സാന്നിധ്യമൊക്കെ? സംസ്ഥാനത്തുടനീളമുള്ള ക്യാമ്പയിൻ യൂത്ത് പഞ്ചായത്ത് എന്ന പേരിൽ ആദ്യഘട്ടത്തിൽ ഞങ്ങൾ പൂർത്തീകരിച്ചതാണ്. ഇപ്പോൾ രണ്ടാമത് ഇന്ന് കോഴിക്കോട് നിന്നാണ് ഇപ്പോൾ യുവജന പ്രാതിനിധ്യത്തിൻ്റെ ഭാഗമായി മത്സരിക്കുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹികളുടെ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രചരണത്തിന് തുടക്കം കുറിക്കുന്നത്. ഇപ്പോൾ കോഴിക്കോട് വൈശാല സീറ്റിൽ നിന്നാണ് ആരംഭം കുറിക്കുന്നത്. വൈശാല യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ഇവിടെ എരിഞ്ഞിപ്പാലത്തെ എരിഞ്ഞിക്കലിലെ സ്ഥാനാർത്ഥി കൂടിയാണ്. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് വൈശാലിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെയും അതോടൊപ്പം തന്നെ ഈ നാട്ടിലെ ജനങ്ങളൊക്കെ അതിനെ നോക്കിക്കാണുന്നു. വളരെ സൗമ്യമായി പെരുമാറുന്ന, എല്ലാവരോടും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെയൊക്കെ പെരുമാറുന്ന ഒരു ചെറുപ്പക്കാരനാണ്. വൈശാലിലൂടെ ഈ ഡിവിഷൻ തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നതും ഈ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതും. ഒരു മാറ്റം ഇവിടെ ഉണ്ടാകും. ഇപ്പോൾ ഇവിടേക്ക് കടന്നു വരുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം, എല്ലാ വളവുകളിലും എല്ലാ കുഴികളുടെ പരിസരത്തും ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, വികസനം തുടരട്ടെ എന്നുള്ളതാണ്. ആ വികസനമാണോ വേണ്ടത്, അതല്ല യഥാർത്ഥ വികസനമാണോ വേണ്ടത് എന്നുള്ളത് സംബന്ധിച്ച് ഈ നാട്ടിലെ ജനങ്ങൾ ഒരു തീരുമാനമെടുക്കും. അത് വൈശാൽ അനുകൂലമായിരിക്കും, UDF അനുകൂലമായിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പൊതുവെ UDF അനുകൂലമായൊരു കാറ്റാണ് സംസ്ഥാനത്തിനകത്തുള്ളത്. ഇപ്പോൾ ഇവിടെ എരഞ്ഞിക്കലിൽ വൈശാലിനും മറ്റുമൊക്കെ സീറ്റൊക്കെ ലഭിച്ചെങ്കിലും പല സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് ജില്ലയിലുടനീളം സംസ്ഥാനത്തുടനീളം മതിയായ പ്രാതിനിധ്യം യൂത്ത് കോൺഗ്രസിനും മറ്റു യുവജനങ്ങളും കിട്ടിയില്ല എന്നുള്ളൊരു പരാതിയുണ്ട്. അത് നിലവിൽ അതെങ്ങനെ? അല്ല, അതിനെ സംബന്ധിച്ച് ആദ്യഘട്ടത്തിൽ ഞാനൊരു പ്രതികരണം നടത്തിയിരുന്നു. അത് പാർട്ടിക്കകത്ത് നടത്തിയ ഒരു പ്രതികരണം കൂടിയാണ്. ചെറുപ്പക്കാരുടെ ഒരു സാന്നിധ്യം ഉറപ്പുവരുത്താൻ വേണ്ടി നടത്തിയ ഒരു പ്രതികരണമാണ്. അതിനെ തുടർന്ന് ഒരുപാട് സീറ്റുകളിൽ മാറ്റം വന്നു. ഒരുപാട് ചെറുപ്പക്കാർ സ്ഥാനാർത്ഥികളായി. വൈശാൽ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ അതിനുശേഷമുള്ള ദിവസങ്ങളാണ് സ്ഥാനാർത്ഥികളായിട്ട് കടന്നു വന്നതൊക്കെ. അപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെട്ട എല്ലാ സീറ്റുകളിലും പരിഗണിക്കുക പാർട്ടിയെ സംബന്ധിച്ച് പ്രായോഗികമല്ല. പക്ഷേ എന്നാൽ കൂടി കുറേയേറെ സീറ്റുകളിലൊക്കെ അത് നടത്തിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പിന്നെ തെരഞ്ഞെടുപ്പായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇനി അത്തരത്തിലുള്ള പരാതികൾക്ക് സ്വാഭാവികമായും ഉള്ള അവസരമില്ല. അതിനേക്കാൾ വലിയ പരാതി ജനങ്ങൾക്ക് ഇപ്പോൾ ഈ നാട്ടിൽ സർക്കാരിനെ സംബന്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ പ്രയോറിറ്റി ജനങ്ങളുടെ പരാതിക്കാണ്. ഞങ്ങൾക്ക് അങ്ങനെയുള്ള അത്ര അമിതമായ പരിഭവങ്ങളും പരാതികളുമില്ല. ചെറിയ ചെറിയ വിഷമങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. അവരെല്ലാവരുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അവരെല്ലാം വളരെ സജീവമായി തന്നെ ഈ ദിവസങ്ങളിൽ പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള സജീവമായി പ്രചരണ രംഗത്ത് ഇറങ്ങും. വൈശാൽ, എങ്ങനെയുണ്ട് വോട്ടർമാരെ സമീപിക്കുമ്പോഴും പ്രത്യേകിച്ച് ഒരു യൂത്ത് എന്ന നിലയിൽ ആൾക്കാരെങ്ങനെ കാണുന്നു? വളരെ മികച്ച പ്രതികരണമാണുള്ളത്. ആളുകളുടെ അടുത്ത് പോകുമ്പോൾ ആളുകൾ പോസിറ്റീവായ റെസ്പോൺസാണ് നൽകുന്നുള്ളത്. തീർച്ചയായിട്ടും വിജയിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. അതിൽ യാതൊരു സംശയവുമില്ല. കാരണം LDFൻ്റെ ഇപ്പോഴത്തെ ഭരണത്തിൽ, കഴിഞ്ഞ 9 വർഷക്കാലമായുള്ള ഭരണത്തിൽ, ആ ഭരണത്തിൻ്റെ കീഴിൽ ജനങ്ങൾ ഏറ്റവും പൊറുതിമുട്ടിക്കുന്നത്, അത് വിശ്വാസികളെന്നോ അവിശ്വാസികളെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ജാതിയോ മതമോ അങ്ങനെ ഒരു വ്യത്യാസമില്ല. അങ്ങനെ ഒരു വ്യത്യാസമില്ലാതെ നാനാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും പ്രയാസപ്പെട്ടിൽ മുന്നോട്ട് പോകുന്നൊരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ അവർക്ക് UDFനെ അല്ലാതെ മറ്റൊരു കക്ഷിയെ ചിന്തിക്കാനായില്ല. കാരണം UDFൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വികസനത്തിൻ്റെ ഒരു കാഴ്ചപ്പാടാണ് പുതിയ ഈ നാട്ടിലെ ജനങ്ങളെല്ലാം തന്നെ മുന്നോട്ട് വെക്കുന്നത്. ഈ എരഞ്ഞിക്കൽ എന്ന് പറയുന്നത് ഈ എലത്തൂർ പഞ്ചായത്തിന്റെ ഭാഗമായിട്ട് കൂട്ടിച്ചേർത്താണ്. അപ്പം അതുകൊണ്ട് തന്നെ എത്രത്തോളം വികസനം ഇവിടെ വന്നിട്ടുണ്ട്? എന്താണ് വൈശാൽ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം? അതായത് ഈ പഞ്ചായത്ത് തികച്ചും രാഷ്ട്രീയപരമായ അതിരുകളും മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പഞ്ചായത്ത് ഒരു 15 വർഷം മുമ്പേ കോഴിക്കോട് കോർപ്പറേഷനോട് വേണ്ടി കൂട്ടിച്ചേർത്തിട്ടുള്ളതാണ്. അത് രാഷ്ട്രീയമായ താല്പര്യങ്ങളും രാഷ്ട്രീയമായ കാഴ്ചപ്പാടുകളും മാത്രമാണ് അതിൻ്റെ അകത്ത് ഉൾക്കൊള്ളുന്നത്. ഇതുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് നികുതി വർദ്ധിച്ചു എന്നല്ലാതെ യാതൊരു വിധത്തിലുള്ള ഉപകാരം ഉണ്ടായിട്ടില്ല. നിങ്ങൾ ഇപ്പോൾ ഇങ്ങോട്ട് കടന്നു വന്ന വഴികൾ നിങ്ങൾക്ക് മനസ്സിലാവും. കഴിഞ്ഞ 15 വർഷമായി തന്നെ ഈ വഴികൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം മുഴുവൻ കുണ്ടും കുഴികളുമായാണ് ഈ വാർഡിലെയും ഈ പഞ്ചായത്തിലൊക്കെ തന്നെ പല റോഡുകളും ഇങ്ങനെ ഇരിക്കുന്നത്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് കോർപ്പറേഷൻ ആയതുകൊണ്ട് ഉപദ്രവമല്ലാതെ യാതൊരുവിധ ഉപകാരവും ഉണ്ടായിട്ടില്ല. കാരണം കോർപ്പറേഷനായി മാറുമ്പോൾ യാതൊരുവിധ വൻകിട പദ്ധതികളും ഈ പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ടുള്ള 6 വാർഡുകളും വന്നിട്ടില്ല. ഇത് ഞാൻ എന്തെങ്കിലും ഈ ഒരു തെരഞ്ഞെടുപ്പ് ഡിബേറ്റിൻ്റെ ഭാഗമായോ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായോ പറയുന്നതല്ല. നിങ്ങൾക്ക് അന്വേഷിച്ചാൽ പരിശോധിച്ചാൽ എന്ത് വൻകിട പദ്ധതികളാണ് ഈ 15 വർഷക്കാലത്തിനുള്ളിൽ ഈ പഞ്ചായത്തിൻ്റെ ഭാഗമായ 6 വാർഡുകൾ വന്നിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അത്തരത്തിൽ ഈ നാട്ടിലെ ജനങ്ങളെ അതായത് പറ്റിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയാണ് CPM. ആ CPM മുന്നോട്ട് വെക്കുന്ന സ്ഥാനാർത്ഥികളെ എല്ലാ സ്ഥലത്തും ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് പരാജയപ്പെടുത്തും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കോർപ്പറേഷൻ കൂടി പിടിച്ചെടുത്താലേ ശരിക്കും ഈ ഉദ്ദേശിക്കുന്ന വികസനം വരത്തുള്ളൂ അല്ലേ? കോർപ്പറേഷൻ UDFൻ്റെ കൈകളിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള പരിപാടികൾ
നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള വികസനങ്ങൾ, അതേപോലെ തന്നെ വൻകിട പദ്ധതികൾ. ഈ സ്റ്റേഡിയത്തിൻ്റെ കാര്യം തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഒരുപാട് സാധ്യതകളുള്ള ഒരു സ്റ്റേഡിയമാണ് പെരുന്തിരുത്തി AC ഷൺമുഖദാസിൻ്റെ പേരിലുള്ള ഒരു സ്റ്റേഡിയം. ആ സ്റ്റേഡിയത്തിൻ്റെ അകത്തേക്ക് ബോക്സിങ്ങിൻ്റെ ഒരു ഗ്രാമം, പൂളാടിക്കുന്നൊരു ബോക്സിംഗ് ഗ്രാമമാണ്. ഈ ബോക്സിംഗ് ഗ്രാമത്തിൽ തന്നെ ഒരുപാട് പ്രതിഭകൾ ഇവിടുന്ന് മുന്നോട്ട് പോയിട്ടുണ്ട്. അവർക്കൊന്നും തന്നെ സഹായിക്കാനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ പരിഗണന ഉണ്ടാകുന്നില്ല. അവിടെ ഒരു സ്റ്റേഡിയത്തിൽ ഒരു റിംഗ് ഇല്ല, അതുപോലെ തന്നെ മറ്റു സൗകര്യങ്ങളില്ല. അപ്പോൾ താൽക്കാലികമായ ഒരു സംവിധാനത്തിലാണ് എല്ലാ കാര്യങ്ങളും പോകുന്നത്. അവിടെയൊക്കെ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള സാധ്യതകൾ ഒളിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ അതൊക്കെ തന്നെ ഞാൻ ജനങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നു. അതുമാത്രമല്ല, ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു റോഡുകൾ ടാർ ചെയ്യുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റോഡുകൾ കോൺക്രീറ്റ് ചെയ്യുന്ന അപ്പുറത്തേക്ക് ഈ നാട്ടിലെ എല്ലാ വിഭാഗങ്ങൾക്കും പരിഗണിക്കപ്പെടുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങൾ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും പിന്നെ യൂത്ത് കോൺഗ്രസിന് ആദ്യഘട്ടത്തിൽ പരിഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോൾ പ്രചരണരംഗത്ത് അവിടെ സജീവമാണ്. മാത്രമല്ല യുവജന നേതാക്കളെ മുൻനിർത്തിക്കൊണ്ട് പല വാർഡുകളും പിടിച്ചെടുക്കാൻ കൂടിയാണ് അവർ ആഗ്രഹിക്കുന്നത്. ജയ്സൽ ബാബു പിലാശ്ശേരിക്കൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1 കോഴിക്കോട്.